സിന്ദൂരരേഖ ഭാഗം 121. മനുവിന്റെ ചോദ്യങ്ങൾ ആ മുറിയിൽ ഇടിമുഴക്കം പോലെ മുഴങ്ങി. അനവദ്യ തന്റെ ഷാള് കൊണ്ട് നെറ്റിയിലെ വിയർപ്പും കണ്ണുനീരും തുടച്ചുകൊണ്ട് ഒരു ഭ്രാന്തിയെപ്പോലെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ സംസാരിച്ചു തുടങ്ങി. മാനവ് സർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. എന്നെ ജീവനോടെ ഇവിടുന്ന് പോലീസിന് വിട്ടുകൊടുത്താലും എനിക്ക് പരാതിയില്ല. പക്ഷേ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല സാർ ഇതൊന്നും. എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതാണ്. ആഹാ, ഇതെല്ലാം നിന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നോ? ആരാടി? ആ സിറിലും അയാളുടെ മോൻ സാമുവലും ചേർന്നാണോ നിന്നെ എൻ്റെ അടുത്തേക്ക് അയച്ചത്? മനു പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. അതെ സാർ, അനവദ്യ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇതറിയാവുന്ന കാര്യമായതുകൊണ്ട് അവനിൽ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഇല്ലായിരുന്നു. അതെനിക്ക് നന്നായിട്ടറിയാം. എനിക്കിനി അറിയേണ്ടത് ശരിക്കുള്ള കാര്യങ്ങളാണ്. എല്ലാം എനിക്കറിയണം. വള്ളി പുള്ളി തെറ്റാതെ എല്ലാം എനിക്കറിയണം. അന്ന് ആ സമയത്ത് എൻ്റെ അച്ഛന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയമായിരുന്നു. അടിയന്തരമായിട്ട് ഒരു മേജർ സർജറി ചെയ്യണമായിരുന്നു. ഇല്ലെങ്കിൽ അച്ഛൻ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. സർജറിക്കും മരുന്നുകൾക്കും പെട്ടെന്ന് 30 ലക്ഷം രൂപയോളം വേണമായിരുന്നു. ഞങ്ങളെപ്പോലുള്ളൊരു സാധാരണ കുടുംബത്തിന് അത്രയും വലിയ തുകയൊന്നും ചിന്തിക്കാനും പോലും പറ്റില്ലായിരുന്നു. ആ സമയത്താണ് സാമുവൽ സാർ എൻ്റെ അടുത്തേക്ക് വരുന്നത്. അവൾ പതുക്കെ ആ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് സംസാരിക്കുമ്പോൾ അവളുടെ ശബ്ദം കൂടുതൽ ഇടറുന്നുണ്ടായിരുന്നു. സാമുവൽ സാർ എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ സർജറിക്കുള്ള മുഴുവൻ തുകയും ഞാൻ തരാം, പകരം ഞാൻ പറയുന്നൊരു കാര്യം നീ ചെയ്യണമെന്ന്. ഞാൻ അവരെ സഹായിക്കണമെന്നായിരുന്നു അയാളുടെ ആവശ്യം. അച്ഛൻ്റെ ജീവൻ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ആ തുകയ്ക്ക് വേണ്ടി മാത്രം കാര്യം എന്താണെന്ന് ചോദിക്കാതെ ഞാനതിന് സമ്മതിച്ചു പോയി സാർ. അല്ലാതെ ഒന്നും ഞാൻ മനഃപൂർവ്വമായിരുന്നില്ല. അനവധിയുടെ വാക്കുകൾ കേട്ട മനുവിൻ്റെ മുഖം വല്ലാതെ ചുളിഞ്ഞു. എങ്കിലും അവൻ്റെ ഉള്ളിലെ ദേഷ്യം കുറഞ്ഞിരുന്നില്ല. തങ്ങളെ തകർക്കാൻ ഇറങ്ങി തിരിച്ച ശത്രുക്കളുടെ കയ്യിൽ നിന്നും പണം വാങ്ങാൻ അവൾ കാട്ടിയ ആ തുനുവിനെ ഓർത്ത് അവൻ്റെ ഉള്ളിൽ വീണ്ടും അമർഷം അണപൊട്ടി ഒഴുകി. അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ പണത്തിന് മുന്നിൽ തലകുനിച്ചു, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ മനു അവളുടെ നേർക്ക് ഒരടി കൂടി മുന്നോട്ട് വെച്ചു. അവൻ്റെ ശബ്ദം ആ അടച്ചിട്ട മുറിയിൽ കൂടുതൽ കടുപ്പമായി തെളിഞ്ഞു കേട്ടു. എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നല്ലോടി നീ ജോലി ചെയ്തിരുന്നത്. നിന്റെ അച്ഛന് അസുഖം വന്നപ്പോൾ ഒരു 30 ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് വന്നില്ല? എന്തുകൊണ്ട് നീ എന്നോട് സഹായം ചോദിച്ചില്ല? കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിനൊരാപത്ത് വന്നാൽ കണ്ണടച്ച് കളയുന്നവനാണ് ഈ മാനവ് വർമ്മ എന്ന് നിനക്ക് തോന്നിയോടി? മനുവിൻ്റെ ആ അപ്രതീക്ഷിത ചോദ്യത്തിന് മുന്നിൽ അനവദ്യ പെട്ടെന്നൊന്ന് പതറിപ്പോയി. അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകൾ കൂടുതൽ വിളറി. മറുപടി പറയാനാവാതെ അവൾ കണ്ണുകൾ താഴേക്ക് നട്ടു. അവളുടെ ആ പതർച്ച മനുവിൻ്റെ ദേഷ്യം ഇരട്ടിയാക്കി. എന്താടി, എന്താ നിനക്കിപ്പോൾ മറുപടിയില്ലാത്തത്? നാവിറങ്ങിപ്പോയോ നിന്റെ? മനു വീണ്ടും അവളുടെ നിശബ്ദതയിൽ ശബ്ദമുയർത്തി ചോദിച്ചു. ഞാൻ ചോദിച്ചതിന് കൃത്യമായി മറുപടി പറഞ്ഞോ? എൻ്റെ അടുത്തുനിന്ന് ആ പണം ചോദിക്കാൻ നിനക്ക് എന്തായിരുന്നു തടസ്സം? ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ മുന്നിൽ വന്ന് കൈനീട്ടിയിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നില്ലേ? അതോ എൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നതിലും സിറിലിൻ്റെയും സാമുവലിൻ്റെയും കയ്യിൽ നിന്നും എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടുള്ള പണം വാങ്ങുന്നതായിരുന്നോ നിനക്ക് കൂടുതൽ എളുപ്പം? അല്ല സാർ, അല്ല, അനവദ്യ തലയുയർത്തി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ യഥാർത്ഥ കാരണം പുറത്തു പറയാൻ അവളുടെ നാവ് വഴങ്ങിയില്ല. അവൾ വല്ലാത്തൊരു അസ്വസ്ഥതയോടെ കൈകൾ കൂട്ടിത്തിരുമ്മി നിന്നു. ശരിക്കും അന്നേരം അവൾക്ക് മനുവിനോട് അതീവമായൊരു പ്രണയവും ആരാധനയും ഉണ്ടായിരുന്നു. മാനവ് സാർ എന്ന ഡോക്ടറുടെ വ്യക്തിത്വവും പെരുമാറ്റവും അവളെ അത്രമേൽ ആകർഷിച്ചിരുന്നു. ആ ഇഷ്ടം തൻ്റെ ഉള്ളിൽ രഹസ്യമായി കൊണ്ടു നടക്കുമ്പോഴാണ് അച്ഛന് അസുഖം വരുന്നത്. അങ്ങനെ അവന് മുന്നിൽ സഹായവുമായി ചോദിച്ചു ചെന്നാൽ താൻ അത്രയും താഴ്ന്നൊരു കുടുംബത്തിൽ നിന്നാണെന്ന സത്യവും അച്ഛനെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ പോലുമുള്ള വകയില്ലാത്തവളാണ് താനെന്ന യാഥാർത്ഥ്യവും മാനവ് സാർ അറിഞ്ഞാൽ അത് സാറിന് തന്നോടുള്ള വില കുറയ്ക്കുമോ എന്നവൾ അന്നേരം ഭയന്നിരുന്നു. പ്രണയിക്കുന്ന പുരുഷന്റെ മുന്നിൽ ഒരു പിച്ചക്കാരിയെപ്പോലെ നിൽക്കാൻ അവളുടെ ഉള്ളിലെ അഹംഭാവവും തടസ്സമായി നിന്നു. അതുകൊണ്ടാണ് അവൾ അച്ഛനെ മനുവിൻ്റെ ഹോസ്പിറ്റലിൽ കാണിക്കാതെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതും ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി മനുവിൽ നിന്നും മറച്ചുവെച്ചതും. പറയടി, എന്താ നിന്റെ ഉള്ളിരിപ്പ്? മനുവിൻ്റെ രൗദ്രഭാവം കണ്ട് അവൾ പേടിച്ചു വിറച്ചു. സാർ, അത് എനിക്കന്നേരം സാറിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. വളരെ പണിപ്പെട്ട് ഭയത്തോടെ അവൾ ആ സത്യം അവനോട് തുറന്നു പറഞ്ഞു. സാറിൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫ് എന്നതിനപ്പുറം എൻ്റെ മനസ്സിൽ സാറിനോട് വലിയൊരു പ്രണയം ഉണ്ടായിരുന്നു. സാറിൻ്റെ മുന്നിൽ ഞാൻ എപ്പോഴും നല്ലൊരു നിലയിൽ നിൽക്കാനാണ് ആഗ്രഹിച്ചത്. എൻ്റെ വീട് അത്രയും ദരിദ്രമാണെന്നോ അച്ഛനെ ചികിത്സിക്കാൻ പോലും ഒരു രൂപ കയ്യിലില്ലാത്ത അത്രയും താഴ്ന്ന അവസ്ഥയിലാണ് ഞാനെന്നോ സാർ അറിയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു അന്നേരം. അതറിഞ്ഞാൽ സാറിന് എന്നോടൊരു കുറച്ചിൽ തോന്നിയാലോ എന്ന് ഞാൻ പേടിച്ചു. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ അച്ഛനെ സാറിൻ്റെ ഹോസ്പിറ്റലിൽ കാണിക്കാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ആ പണത്തിൻ്റെ കാര്യം സാറിനോട് ചോദിക്കാൻ എനിക്ക് മടി തോന്നിയത്.
അവളുടെ ആ മറുപടി കേട്ടതും മനുവിൻ്റെ മുഖത്ത് കടുത്ത പുച്ഛവും പരിഹാസവും നിറഞ്ഞു. അവൻ അവളെ നോക്കി ഒന്നുറക്കെ ചിരിച്ചു. പക്ഷേ ആ ചിരിയിൽ അവൾക്ക് പോലും മനസ്സിലാവാത്തത്രയും രീതിയിലുള്ള ഒരു വന്യത ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടം, പ്രണയം. മനു വലിപ്പച്ചെറുപ്പമില്ലാതെ അവളെ പുച്ഛത്തോടെ ഒന്ന് നോക്കി. നിന്റെ ആ വൃത്തികെട്ട അഹംഭാവത്തിന് നീട്ട പേരാണോടി പ്രണയം? നിന്റെ ആ കെട്ടൊരു ദുർബുദ്ധിക്ക് നീ കൊടുത്തത് എൻ്റെ ജീവിതമാണ്. സാമുവലിൻ്റെ കയ്യിൽ നിന്നും 30 ലക്ഷം വാങ്ങി നീ അച്ഛനെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ നീ തകർത്തത് എന്നെ വിശ്വസിച്ച 100 കണക്കിന് രോഗികളുടെ പ്രതീക്ഷയാണ്. അവൻ്റെ വാക്കുകളിലെ മൂർച്ചയേറിയ പുച്ഛം അനവധിയെ കൂടുതൽ തളർത്തിക്കളഞ്ഞു. അവൾ തലകുനിച്ച് നിലവിളിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നു. എനിക്ക് തെറ്റുപറ്റി സാർ. ഞാൻ വിചാരിച്ചത് സാമുവൽ സാറൊക്കെ തരുന്ന പണം വാങ്ങി എന്തെങ്കിലും നിസ്സാര കാര്യം ചെയ്യാൻ വേണ്ടി പറയും എന്ന് മാത്രമാണ്. അങ്ങനെയായിരിക്കും സാമുവൽ സാർ ആവശ്യപ്പെടുക എന്നാണ് ഞാൻ കരുതിയത്. നിയമപരമായിട്ട് സാറിനെ ബുദ്ധിമുട്ടിച്ചാൽ പണം തരാം എന്ന് മാത്രമാണ് ഞാൻ കരുതിയത്. പക്ഷേ സാമുവൽ എന്ന ആ മൃഗം എന്നെ ചതിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല സാർ. അവൾ 2 കൈകൊണ്ടും മുഖം പൊത്തി. ബാക്കി കൂടി പറയടി, എന്താ പിന്നെ നടന്നത്? മനുവിൻ്റെ ചോദ്യം ഇടുത്തി പോലെ അവളുടെ നേർക്ക് വന്നു. അന്ന് അച്ഛൻ്റെ സർജറി കഴിഞ്ഞ ദിവസം പണത്തിൻ്റെ ബാക്കി തരാമെന്ന് പറഞ്ഞ് സാമുവൽ സാർ എന്നെ ഒരു ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തി. ഞാൻ അവിടെ ചെന്നപ്പോൾ അയാളുടെ ഭാവം മാറിയിരുന്നു. മുറി ലോക്ക് ചെയ്തതിന് ശേഷം അയാൾ എന്നെ ക്രൂരമായി. അനവധിയുടെ ശബ്ദം ബാക്കി പറയാനാവാതെ വല്ലാതെ വിറച്ചു പോയിരുന്നു. അവൾക്ക് ശ്വാസം എടുക്കാൻ പോലും വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ തോന്നി. ഞാൻ കരഞ്ഞു പറഞ്ഞു, കാല് പിടിച്ചു. പക്ഷേ അയാൾ കേട്ടില്ല. എന്നെ ക്രൂരമായി നശിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ദൃശ്യങ്ങൾ മുഴുവൻ അയാൾ മൊബൈൽ ഫോണിൽ പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ വീഡിയോ കാണിച്ചെന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. മനുവിൻ്റെ കണ്ണുകൾ ഈ വെളിപ്പെടുത്തൽ കേട്ട് വികസിച്ചു. അവൻ വിചാരിച്ചതിലും വലിയൊരു ചതിക്കുഴിയുടെ കഥയായിരുന്നു അത്. ആ വീഡിയോ പുറത്തു വിടുമെന്നും എൻ്റെ അച്ഛനെയും അമ്മയെയും കൊല്ലുമെന്നും പറഞ്ഞ് അയാൾ എന്നെ മാനസികമായി തകർത്തു. അയാളോടുള്ള ഭയത്തിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് അയാൾ എന്നോട് ആവശ്യപ്പെട്ടത് മീഡിയയുടെയും പോലീസിൻ്റെയും മുന്നിൽ ചെന്ന് എന്നെ നശിപ്പിച്ചത് ഡോക്ടർ മാനവ് വർമ്മയാണെന്ന് പറയാൻ. ഞാൻ സാമുവലിൻ്റെ പേര് എവിടെയെങ്കിലും പറഞ്ഞാൽ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടുമെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. ദാരിദ്ര്യത്തിലാണെങ്കിലും നാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജീവിച്ച എൻ്റെ കുടുംബം അതോടെ ആത്മഹത്യ ചെയ്യുമെന്ന് ഭയന്നാണ് സാർ ഞാനന്ന് പോലീസിനോടും നാട്ടുകാരോടും നിങ്ങൾക്കെതിരെ അത്രയും വലിയൊരു കള്ളം പറഞ്ഞത്. അവൾ ചുമരിൽ ചാരി താഴേക്ക് തളർന്നിരുന്നു. എന്നെ വിശ്വസിക്കണം സാർ. സാമുവലിൻ്റെയും സിറിലിൻ്റെയും ക്രൂരതയ്ക്കിരയായ ഒരു വെറും കളിപ്പാവം മാത്രമായിരുന്നു ഞാൻ. എന്നെ അവർ കൃത്യമായി ഉപയോഗിക്കുകയായിരുന്നു. അല്ലാതെ ഞാനായിട്ട് ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. നിസ്സഹായ അവസ്ഥ കൊണ്ട് പറ്റിപ്പോയതാണത്. അത് പറഞ്ഞ് അവളൊന്ന് തേങ്ങിപ്പോയി. മനു അപ്പോഴും ഒരു തരി പോലും ഭാവവ്യത്യാസമില്ലാതെ അവളെ നോക്കി നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അന്ന് നീ എൻ്റെ വണ്ടിയുടെ മുന്നിൽ എങ്ങനെ വന്ന് വീണു? അന്നേരം നീ എവിടെ നിന്ന് വന്നു? ഞാൻ നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിനക്ക് ബോധം പോലും ഇല്ലായിരുന്നു. അതെങ്ങനെയാണ്? മനു ഗൗരവത്തിൽ തന്നെ അവളോട് തിരികെ ചോദിച്ചു. പറയ്, നീ എങ്ങനെ എൻ്റെ വണ്ടിയുടെ മുന്നിൽ വന്നു? അവൾ മറുപടിയൊന്നും പറയാതിരിക്കുന്നത് കണ്ടതും അവൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. സാർ, അച്ഛൻ്റെ സർജറിക്ക് ആവശ്യമുള്ള പണം ബാക്കിയുള്ളത് തരാമെന്ന് പറഞ്ഞ് ഒരു ഹോട്ടൽ റൂമിലേക്ക് എന്നെ വിളിച്ചു വരുത്തിയതാണ്. എന്നിട്ട് എന്നെ ശാരീരികമായിട്ട് കുറെ ഉപദ്രവിച്ചു. ശരിക്കും ഒരു ജീവശവം പോലെയാക്കി. ഭാഗ്യത്തിന് ഒരിത്തിരി ജീവൻ മാത്രം എൻ്റെ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്നു. പകുതി അബോധാവസ്ഥയിലായിരുന്നു എന്നെ അവരെഴുന്നേൽപ്പിച്ച് കാറിലേക്ക് കിടത്തുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ കരുതിയത് അവരെന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവാണെന്ന് തന്നെയായിരുന്നു. പക്ഷേ കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ഇടവഴിയിൽ വണ്ടി നിർത്തുന്നതായിട്ട് എനിക്ക് തോന്നി. അവിടെ വണ്ടി നിർത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അവരിൽ ആരോ എൻ്റെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് എന്നെ പകുതി ബോധത്തിലാക്കി. ശേഷം എന്നോടൊന്നും പറയാതെ നേരെ മുന്നിലേക്ക് നടക്കാൻ പറഞ്ഞു. ഞാൻ മുന്നിലേക്ക് നടന്നപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ കണ്ണുകളിലേക്ക് കാറിൻ്റെ ഹെഡ്ലൈറ്റാണ് വന്നടിച്ചത്. അപ്പോഴേക്കും ഞെട്ടിയത് കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ പെട്ടെന്ന് റോഡിലേക്ക് വീണു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ണു തുറന്നപ്പോൾ ഹോസ്പിറ്റലിലാണ്. നിന്നോട് അവർ അത്രയൊക്കെ ചെയ്തിട്ടും അവർ ചെയ്തതിനൊക്കെ ഞാനാണ് കാരണക്കാരെന്ന് പറയാൻ നിനക്ക് തോന്നിയല്ലോ. അതും ആ അബോധാവസ്ഥയിൽ നിന്ന് പുറത്തു വന്നത് അപ്പോൾ തന്നെ. ഒരിക്കലുമല്ല സാർ. ഒരുപക്ഷെ അങ്ങനെ അബോധാവസ്ഥയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നെ ആയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ ആയാലും സാമുവലിൻ്റെ പേര് തന്നെ പറഞ്ഞേനെ. പക്ഷേ എനിക്ക് ബോധം തെളിഞ്ഞു എന്നറിഞ്ഞപ്പോൾ തന്നെ സിറിലും സാമുവലും ചേർന്ന് എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടുമുള്ള അവരുടെ ഭീഷണിയുടെ മുന്നിലാണ് ഞാൻ വഴങ്ങിപ്പോയത്. എൻ്റെ നിസ്സഹായ അവസ്ഥ കാരണമായിരുന്നു അത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വിൽ ബി അറ്റ് ടുമോറോ 7 PM. സ്റ്റേ ട്യൂൺഡ്. ബൈ.